മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. പൊന്നുവിളയുന്ന കൃഷിയിടങ്ങളിലൂടെ കൃഷി ആദായകരമല്ലാതാകുന്ന സാഹചര്യങ്ങളിൽ കർഷകൻ മറ്റു ജീവിതമാർഗങ്ങൾ തേടിപ്പോകുന്നത് തെറ്റാണെന്ന് പറയാനാവില്ല. എന്നാൽ കാർഷിക വൃത്തി അന്യം നിന്നു പോകുന്നത് നല്ലതുമല്ല. അതുകൊണ്ട് തന്നെ കർഷകനെ കൃഷിയിൽ നിന്ന് അകന്നു പോകാതെ ഉണർവും കരുത്തും നൽകുന്ന ഒട്ടേറെ പദ്ധതികൾ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുന്നുണ്ട്. കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ വിഭാഗത്തിൽ നേടിയെടുത്ത ആനുകൂല്യങ്ങളും കൂടി പ്രയോജനപ്പെടുത്തി ജീവിതം പടുത്തുയർത്തുന്ന കർമ്മധീരരുടെ വഴിയെ നമുക്കിന്ന് നൂറുമേനിയിലൂടെ നടന്നു പോകാം. ഇത് പാലക്കാട് ജില്ലയിലെ വടകരപ്പതി കൃഷിഭവൻ പരിധിയിൽപ്പെട്ട രാമരാജിന്റെയും ഭാര്യ ശാന്തയുടെയും കൃഷിയിടം. അഞ്ജനക്കണ്ണെഴുതി അറപ്പുരവാതിലിൽ മണവാളനെയും കാത്തിരിക്കുന്ന മണവാട്ടിയെപ്പോലെ ക്രീം നിറമാർന്ന പൂക്കളം ചൂടി നിൽക്കുന്ന വെണ്ടച്ചെടികളുടെ സമൃദ്ധ ഹരിതദലത്തലോടലേറ്റാവാം നമ്മുടെ യാത്ര. 1/2 ഏക്കർ സ്ഥലത്ത് ഹൈബ്രിഡ് ഇനം വെണ്ടയും 1/2 ഏക്കറിൽ അമരയും 1/2 ഏക്കറിൽ തക്കാളിയും 1/2 ഏക്കറിൽ പയറും രാമരാജ് കൃഷി ചെയ്തിരിക്കുന്നു. 1.5 മാസമാകുമ്പോൾ വെണ്ടയിൽ നിന്നും വിളവെടുക്കാം. തുടർന്ന് 1 മാസം കൂടി വിളവ് ലഭിക്കും. വെണ്ട കൃഷിത്തോട്ടം പോലെ തന്നെ ആരെയും മോഹിപ്പിക്കും രാമരാജൻ പറിച്ചുകൂട്ടിയിട്ടിരിക്കുന്ന ഇളം വെണ്ടയ്ക്കായും. രാമരാജനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ കൃഷി വകുപ്പിൻ്റെ കൂടെ എനിക്ക് ഈ ട്രിപ്പ് കിട്ടിയത് പച്ചക്കായ്കറിക്ക് വളരെ ഉപകാരമായിരുന്നു. ഇതിൽ ഈൽഡ് അധികം കിട്ടുന്നുണ്ട്. ട്രിപ്പിൽ വെള്ളം കുറവാകുണ്ട്. மார்க்கெட்டில் இப்போ விலை போயிட்டு இருக்கிறது வந்து 28-30க்குள்ளே போகுது. இதே விலை கிடைச்சதுன்னா எங்களுக்கு விவசாயிகளுக்கு தப்பில்லை, குழப்பமில்லை. ஆனால் இப்போ ஒரு டன்னுக்குள்ளே எடுத்துருக்குறோம். இனி எப்படி ஒரு 10 டைம் எடுக்கலாம். 10 டைம் எடுத்தோம்னா எங்களுக்கு வந்து விவசாயத்துக்கு நஷ்டம் வர்றதுக்கு வாய்ப்பு இல்லை. நல்லா ஈல்டு இருக்குது.
என் கூட என் வைஃப் எனக்கு உதவி செஞ்சுட்டு இருக்கிறாங்க. அது இல்லாமல் 2 வேலைக்காரரும் உதவி செய்கிறாங்க. நான் வெள்ளாமை வந்து வெண்டையும் செஞ்சுருக்கிறேன், பயிர் அரை ஏக்கரா, பீன்ஸ் அரை ஏக்கரா, தக்காளி அரை ஏக்கரா வச்சுருக்கிறேன். இதில் வந்து 2 வேலைக்காரரும் கூட எங்கள் கூட உதவி செஞ்சுட்டு இருக்கிறாங்க. அவரை ஊனி ஒரு 50 நாளையில் பூ வரும். பூ வந்துட்டு அதுக்கப்புறம் இப்போ நாங்கள் எடுத்துருக்கிறது 2 டைம் எடுத்து முடிச்சிருக்கிறோம். 2 டைம் எடுத்துட்டோம்னா இனிமேல் அது 3 மாதத்துக்கு காய்க்கும். அது எடுக்கிற டைம் வந்து 4 நாளைக்கு ஒரு தடவை எடுக்கலாம். அவரை பீன்ஸு அது 3 மாதம் தொடர்ந்து காய்ச்சிட்டே இருக்கும். தண்ணி வந்து 8 நாளைக்கு ஒருக்கா தண்ணி விட்டால் போதும். அவரைக்கு வந்து அதிகம் மழை வேண்டியதில்லை. மழை இருந்துன்னா பூவெல்லாம் கீழே விழுந்துடும் பூவெல்லாம். அவரையோட ஒரு கிலோ விலை வந்து 20 ரூபா, 18 ரூபா 20 ரூபா வருது இப்போ. വടകരപ്പതി കൃഷി അസിസ്റ്റന്റ് ശിവസുബ്രഹ്മണ്യത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. എൻ്റെ പേര് ശിവസുബ്രഹ്മണ്യൻ എന്നാണ്. ഞാനിവിടെ വടകരപ്പതി കൃഷിഭവനിൽ കൃഷി അസിസ്റ്റൻ്റ് ജോലി ചെയ്യുന്നു. ഇവിടെ കേരള കൃഷി വകുപ്പിൻ്റെ കീഴിൽ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ കൃഷിക്കാരനായ രാമരാജിൻ്റെ ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത്. വടകരപ്പതി കൃഷിഭവൻ്റെ കീഴിൽ ഏകദേശം ഇവിടെ ഒരു 600 ഹെക്ടറോളം വിവിധ ഇനം പച്ചക്കറി കൃഷി ഇവിടെ ചെയ്തു വരുന്നുണ്ട്. അതിൽ ഇവിടെ നിൽക്കുന്ന രാമരാജിൻ്റെ ഫീൽഡിൽ ഏകദേശം 2 ഏക്കറോളം പച്ചക്കറി വിവിധ വെണ്ട, അതുപോലെ അമര, പയർ ഇതുപോലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ഈ അര ഏക്കറിനുള്ള സബ്സിഡി ഒരു 30,000 സബ്സിഡി ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ എന്നതിൽ പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കർഷകന് ധനസഹായം നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണ പാരമ്പര്യ രീതിയിലും ഈ ഡ്രിപ്പ് വിത്ത് ഫെർട്ടിഗേഷൻ ചെയ്യുന്നതിലും ഈൽഡിൽ വളരെ അധികം വ്യത്യാസം വരുന്നുണ്ട്. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ അര ഏക്കറിന് 30,000 രൂപ സബ്സിഡി കൃഷിവകുപ്പിൽ നിന്നും നൽകുന്നുണ്ട്. 2 പണിക്കാർ രാമരാജനുണ്ട്. ഭാര്യ ശാന്തയും കൃഷിയിൽ രാമരാജന് സഹായി തന്നെ. വെണ്ടയും തക്കാളിയും അമരയും പയറും ഒക്കെയായി നല്ല വിളവ് കൊയ്യുന്ന ഒരു കർഷക കുടുംബത്തിന്റെ സംതൃപ്തി രാമരാജിൻ്റെയും ഭാര്യയുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. കൃഷിയിടം പോലെ തെളിമ. കൂടുതൽ പരിചയപ്പെടലിനായി രാമരാജ്, ഫോൺ 9048594633. കൊച്ചു കൊച്ചു വെള്ളിക്കമ്മലുകളും അണിഞ്ഞ് വരിവരിയായി ഒരുങ്ങി നിൽക്കുന്ന ഈ പച്ചമുളക് പാടം വടകരപ്പതി പരശുവയ്ക്കലിൽ സത്രത്തിലെ കിട്ടപ്പ ഗൗഡയുടെ മകൻ രാമലിംഗത്തിൻ്റെതാണ്. മൾച്ചിങ് ഷീറ്റ് വിരിച്ച് ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ രീതി അവലംബിച്ചിരിക്കുന്നു. മൾച്ചിങ് ഷീറ്റ് വിരിക്ക് 10,000 രൂപ സബ്സിഡി ആത്മയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇത് രാമലിംഗം കൃഷി ജീവിതമാർഗമാക്കിയിട്ട് 25 വർഷമായി. അഞ്ച് ഏക്കർ ഭൂമിയിൽ രാമലിംഗം കൃഷി ഇറക്കിയിരിക്കുന്നു. 2 ഏക്കർ സ്ഥലത്ത് തെങ്ങാണ്, ബാക്കി സ്ഥലത്ത് പച്ചക്കറി. വടകരപ്പതി കൃഷിഭവന്റെ എല്ലാവിധ സഹകരണവും രാമലിംഗത്തിന് ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായും ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ രീതിയിലാണ് ജലസേചനം. എനിക്ക് 3 ഏക്കർ പച്ചക്കറി ചെയ്യുന്നുണ്ട്. അതിൽ 3 ഏക്കറും ട്രിപ്പാണ്. ഫെർട്ടിഗേഷൻ ടാങ്ക് 3 ഏക്കർ കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ഏക്കറും ചാണി വളം ഓരോ ഏക്കറിന് 10 ടൺ ഫസ്റ്റിലിടും. പിന്നെ ഫാക്ടംബാസും പൊട്ടാസ് ഇതൊക്കെ ഇട്ടിട്ട് പാറ് പിടിച്ചിട്ടാണ് ട്രിപ്പ് ഇട്ട് കൃഷി ചെയ്യുന്നത്. അതുമാതിരി പിന്നെ പടവലം ഓരോ സീസണിലും 3 മാസത്തിന് ഒരു ക്രാപ്പ് മാറ്റി മാറ്റി ചെയ്യും. പാവലിട്ടതിൽ പടവലിനിടും, പടലിട്ടതിൽ പയറിടും, മുളകിട്ടതിൽ ടൊമാറ്റോ ഇടും, ടൊമാറ്റോ ഇട്ടതിൽ ചീരയിടും. അങ്ങനെ മാറ്റി മാറ്റിയാണ് ഓരോ കൊല്ലം 2 ക്രാപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുഗ്രഹ ഇനം മുളകാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഒരേക്കറോളമുണ്ട് മുളക് കൃഷി. മുളക് പച്ചയായും ഉണക്കിയും വിൽക്കുന്നു. വിത്തുൽപാദനത്തിനായി
വെള്ളായണി ജ്യോതിക ഇനം പയറാണ് രാമലിംഗം കൃഷി ചെയ്തിരിക്കുന്നത്. പടവലം കൗമുദി ഇനവും. 1/2 ഏക്കറോളം ഭൂമിയിൽ അരുൺ ഇനം ചീര കൃഷി ചെയ്തിരിക്കുന്നു. ഇതും വിത്തുൽപാദനം ലക്ഷ്യമിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1/2 ഏക്കർ സ്ഥലത്ത് ഭാഗ്യ ഇനം തക്കാളി. ഇതും വിത്തുൽപാദനത്തിനാണ്. ഇത് ഒരു ഹൈബ്രിഡ് അങ്കൂർ കമ്പനിയോടെ പയറാണിത്. ഈ പയറ് 40-45 ദിവസത്തിൽ കായ് പറിക്കാൻ പറ്റും. ഒരേ 45-50 ദിവസം കായ് പിടങ്ങാം. ഓരോ ദിവസം ഇട്ട് ഓരോ ദിവസം പിടങ്ങണം കായ്. ഇത് മാർക്കറ്റിക്ക് നല്ല മതിപ്പുണ്ട്, നല്ല വരവേற்பുണ്ട്. ഇത് വിലയും കിട്ടും കൃഷിക്കാർക്ക്. നോക്കൂ, റബ്ബർ മരങ്ങൾക്കിടയിൽ കാട് കയറി കിടക്കുകയാണോ എന്ന് ശങ്കയുണ്ടോ? അകത്ത് കയറി നോക്കൂ. സൂക്ഷിച്ച് നടക്കണം. എങ്ങോട്ട് തിരിഞ്ഞാലും തട്ടിയടിച്ചു വീഴ്ത്തുന്ന തടിയൻ കായാണ്. 1/2 ഏക്കർ സ്ഥലത്ത് രാമലിംഗം തടിയൻ കായ കൃഷി ഇറക്കിയിട്ടുണ്ട്. ഇത് കായ് മുഴുവതും നമ്മുടെ അടുത്ത് EPCക്ക് സമിതിയുണ്ട്. സമിതിയിൽ കൊണ്ടുപോയി കൊടുക്കും. അത് പ്രസിഡൻറ്റും സെക്രട്ടറിയും നോക്കിയിട്ടാണ് വിലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിന് മേലെ ഒരു ഉദ്യോഗസ്ഥർ ഇവിടെ ഏരിയ മാനേജറായിട്ടുണ്ട്. അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭാര്യ മേനകയാണ് രാമലിംഗത്തിൻ്റെ പ്രധാന സഹായി. പിന്നെ ഒരു ബന്ധുവും. എല്ലാം കൊണ്ടും സംതൃപ്തമായ കൃഷി. തൊട്ടതെല്ലാം പൊന്നാക്കിയ രാമലിംഗം 25 വർഷമായി ഈ രംഗത്ത് തുടരുന്നതിൽ അത്ഭുതം തോന്നേണ്ടതുണ്ടോ? കൂടുതൽ പരിചയപ്പെടലിനായി രാമലിംഗം, ഫോൺ 9946899788. ഇത് വടകരപ്പതി ചിറ്റൂർ ബ്ലോക്കിൽപ്പെട്ട ഉളിയൂർ ഹൗസിൽ മാർട്ടിൻ ജോസഫിന്റെയും ഭാര്യ മേഴ്സി ജൂലിയറ്റിന്റെയും കൃഷിത്തോട്ടത്തിലെ മത്തനാണ്. അര ഏക്കറിൽ മത്തൻ കൃഷിയുണ്ട് മാർട്ടിൻ ജോസഫിന്. അമ്പിളി ഇനം മത്തൻ. ട്രാക്ടർ ഉപയോഗിച്ച് കൃഷിയിടം മുഴുവൻ ഉഴുത് ചാണകവും ആട്ടിൻകാഷ്ടവും ചേർത്തിളക്കി ചാലുകീറി 45 സെന്റിമീറ്റർ അകലത്തിൽ വിത്തിടും. ഇത് മാർട്ടിൻ ജോസഫ്. അത് മുളച്ചതിന് ശേഷം 15 ദിവസം കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് കളവെട്ടും. കളവെട്ടിന് ശേഷം ആദ്യം വളം, ചെറുതായിട്ട് വളം ഫാക്ടോംബാസും കുറച്ചിടും. അതിന് മുമ്പിൽ തന്നെ ഞങ്ങൾ ഈ കാട്ടിലേക്ക് വേണ്ടിയ ജൈവവളം കൊടുത്തിട്ടുണ്ടാകും. ചാണകമൊക്കെ വെച്ച് പൂട്ടിയതാണ്. കുറച്ച് ഫാക്ടോംബാസ് ഇട്ട് കൊടുക്കും. പിന്നെ അതിന് ശേഷം വെള്ളം പായ്ച്ചതിന് ശേഷം 25-30 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് 2ാം പ്രാവശ്യം കളവെട്ടി കൊടുക്കും. കളവെട്ടി കൊടുത്തതിന് ശേഷം ആട്ടുവളം ഇതൊക്കെ ഇട്ട് രണ്ടാം പ്രാവശ്യം വളം വെച്ച് കൊടുക്കും. വളം വെച്ചിന് കൊടുത്തതിന് ശേഷം വെള്ളം പായ്ച്ച ഒക്കെ കൊടിയൊക്കെ പടർന്ന ശേഷം പൂവ് വരും. പൂവ് വരുന്ന ശേഷം ഈ വണ്ടുകളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഒരു ജൈവ മരുന്ന് ചെയ്തിട്ടുണ്ട്. അത് 1 കിലോ മത്തിയും 1 കിലോ വെള്ളം ചേർത്തിങ്ങാണ്ട് മിക്സിങ് ചെയ്ത് ചേർത്തിങ്ങാണ്ട് 15 ദിവസം അത് ഒരു ബോട്ടിലിട്ട് നന്നായിട്ട് അടച്ചിട്ട് ബോട്ടിലിട്ട് വയ്ക്കും. അത് ദിവസം എടുത്ത് കുഴുക്കി എടുത്ത് വെച്ചതിന് ശേഷം 15